എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് രാവിലെ തന്നെ അമ്മ ദേ ജോലിക്ക് പോകാൻ ഇറങ്ങണേട്ടാ. അപ്പോൾ ദേ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് മാത്രമാണ് അമ്മ പോണത്. അപ്പോൾ ദേ ഞാനും ശ്രുതിയും കൂടി അമ്മനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറയുകയാണ്. അപ്പോൾ ദേ അമ്മനെ വിട്ടതിന് ശേഷം നമുക്കിനി വേദപ്പനെ എഴുന്നേപ്പിക്കും. അപ്പോൾ ദേ അമ്മ പോയിട്ടാ. അപ്പം അമ്മ ചായയൊക്കെ കുടിച്ച് അമ്മ പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുക്കളയിലോട്ട് പോയില്ല. നേരെ നമ്മുടെ കുഞ്ഞപ്പൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എവിടെ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് ബോയ് ഗുഡ് മോർണിംഗ് പറ. സുധപ്പനും ക്ലാസ്സിലായിരുന്നു കേട്ടോ. സുധപ്പന്റെ ക്ലാസ് കഴിഞ്ഞ് അമ്മക്ക് ഇന്ന് പോണം, ജോലിക്ക് പോണ കാരണം അമ്മ പോയേക്കാണ്. സുനിച്ചേട്ടനെ എഴുന്നേറ്റിട്ടില്ല. ദേ ഇവിടെ വേഷം കെട്ടുകൾ നടന്നോണ്ടിരിക്കുന്നുണ്ട്. ഒളിച്ചു നോക്കണ വീഡിയോയിൽ ഒളിച്ചു നോക്കണാണ് എല്ലാവരെയും. അപ്പൊ ഇനി ഞങ്ങളൊന്ന് എഴുന്നേറ്റിട്ടൊക്കെ വരാട്ടാ. അങ്ങനെ ഇന്ന് നമ്മുടെ അടുക്കളയില് ഞാൻ അടുക്കളയിൽ നിന്ന് മാറി സുനിച്ചേട്ടൻ അല്ലാട്ട അടുക്കളയില് ശ്രുതിയാണ് അടുക്കളയില്. ഒരു സാധനം എവിടെയെന്ന് പറഞ്ഞൂടാ. ഇനി അവള് പഠിച്ചെടുത്തിട്ട് വേണം, പഠിച്ചെടുത്ത് വരുമ്പോഴേക്കും തിരിച്ച് വീട്ടിലോട്ട്. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇന്ന് വീഡിയോ എടുക്കണത് ഞാനും വേദവും കൂടിയാണ്. എന്റെ കയ്യില് വേദം ഉണ്ട്, പക്ഷെ കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങള് ഡ്രസ് ഇട്ടിട്ടില്ല, ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ട്. അപ്പൊ സുനിച്ചേട്ടനാണെങ്കിൽ ഇവിടെ കറക്റ്റ് സമയത്ത് എന്താണ്ട് 8 മണിക്ക് ചായ കിട്ടിന്നൊക്കെ പറഞ്ഞ് സന്തോഷഭരിതമായിട്ട് നിക്കണിട്ട് ചേട്ടനൊന്ന് പുറത്തു പോകാൻ പോണേണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മഴ പെയ്യണ്ടല്ലോ, പൊടിയുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ഇഡ്ഡലി സാമ്പാറാണ് എല്ലാം ചേച്ചി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി കുഞ്ചേട്ടൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇഡ്ഡലി അത് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഡ്ഡലി ഞങ്ങൾക്ക് അത്ര താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. പിന്നെ അപ്പൊ ഇനി എന്തായാലും ശ്രുതിയെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിട്ടോ ആട്ടാ. ചേച്ചി റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് അല്ല, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ചേരം കറങ്ങിയിട്ട് വരാം. മഴയാണ്, മഴ കാണിച്ചിട്ട് വരാം. അങ്ങനെ ദേ ശ്രുതിയും കണ്ണനും വേദപ്പനും കൂടി ഒന്ന് പുറത്തേക്ക് പോകാൻ പോണേട്ടാ. അപ്പോഴാണ് ദേ ഞാൻ കണ്ണൻ്റെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് നോക്കണത്. അപ്പൊ മുടി ഇങ്ങനെ വെട്ടാറായിട്ടുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞേട്ടാ. അപ്പൊ അടുത്ത ദിവസം തന്നെ വെട്ടുമെന്നൊക്കെ പറയാനുണ്ടായിരുന്നു. അറിയാൻ പാടില്ല, ഒന്നുമായിട്ട് പുതിയ മേക്ക് ഓവറൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ അതേ അവർ 3 പേരും കൂടി ജസ്റ്റ് അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അവരൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോഴേക്കും ഞാനും ഒന്ന് പുറത്ത് പോയി. അങ്ങനെ ദേ അവര് പുറത്തേക്ക് പോയേക്കാനായിട്ട് അവർ പോയി വരുമ്പോഴേക്കും എനിക്കും കുറച്ച് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു, ഒന്ന് കടയിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ കടയിലൊക്കെ പോയി വന്നപ്പോൾ ഞാൻ ഓർത്ത് തന്നാൽ പിന്നെ അവർ വന്നേക്കുമ്പോൾ വേഗം തന്നെ ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ട് കപ്പയും മീൻകറിയും റെഡിയാക്കാന്ന് കരുതിയിട്ട് അത് വൈകുന്നേരത്തേക്ക് എടുക്കുക, ഇപ്പോഴത്തേക്ക് ചോറും റെഡിയാക്കാന്ന് കരുതി. അപ്പം നമുക്കിവിടെ അടുപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് അടുപ്പിൽ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ വീഡിയോ കൂടി എടുക്കുക എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു കൂട്ടാവുമല്ലോ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോണത് മീൻകറിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഷോർട്സിൽ കണ്ട മീൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇന്നലെ നമ്മൾ ചിക്കൻ മേടിച്ച കാരണം പിന്നെ മീനെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമുക്ക് ചൂരമീനുണ്ട്, ചൂരയും പിന്നെ കറുവപ്പ്, ഞങ്ങളിവിടെ കറുവപ്പ് എന്നാണ് കേട്ടോ പറയണത്. അപ്പം കറുവപ്പും ചൂരയുമാണ് ഇന്നുള്ളത്. അപ്പം അത് രണ്ടും കറിയും വെക്കാം. പിന്നെ അയിലന നല്ല മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിലിരുന്നുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അയില വെള്ളപ്പാട് ഐസിൻ്റെ പാടേ. അപ്പം അത് രണ്ടും ശരിയാക്കാൻ നിർത്തി. പിന്നെ കുറച്ച് ചോറുള്ളതിനെ ഞാൻ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്ന് പുറത്ത് പോയായിരുന്നു, ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഇഡ്ഡലി കഴിക്കണം, ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശ്രുതിയായിരുന്നു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ അവളായിരുന്നല്ല കണ്ടില്ലെങ്കിൽ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചായ കുടിക്കണം. അപ്പോൾ അവരും പോയി വരുമ്പോഴേക്കും അവർ കുറച്ച് വൈകി വരും, അവർക്ക് കുറച്ച് കടയിലും അവിടെയൊക്കെ പോകാനുണ്ട്. പോയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഈ പണികളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. കുഞ്ചേട്ടനാണെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരും കൂടി വന്നിട്ട് കാണാം. അതിനിടയ്ക്ക് കൂടിയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളോട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അടുക്കളയിലെ പണികളുടെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്നായിരുന്നു ഞാൻ പണി ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും വാവയും കണ്ണനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേഗം തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. വാവനെ കൊണ്ടുപോയപ്പോൾ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല, ഞങ്ങളും കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളും വേഗം പോയി കുളിച്ചൊക്കെ വന്ന് ചോറൊക്കെ റെഡിയാക്കി സുനിച്ചേട്ടന് തക്കാളിക്കറിയും പയറും ചമ്മന്തിയൊക്കെ ആക്കി ഞങ്ങൾക്ക് മീൻകറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരോടും ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് കുറച്ച് കപ്പ
കപ്പയും എടുത്തൊന്ന് ശരിയാക്കിയത് ഉച്ചയ്ക്ക് എടുത്തിട്ടാ. നമ്മുടെ മൈത്രിയമ്മയും കണ്ണൻ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കണ്ണൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ജോലിക്ക്. അങ്ങനെ ദേ അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വേദപ്പം നല്ല ഉറക്കം വരുന്നു. കുറേ സമയം ഉറങ്ങിയിട്ടോ. ഉറങ്ങണ കൊച്ചിനെ എനിക്ക് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ദേ ഞാൻ വന്ന് നമ്മുടെ കൊച്ചിനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ ഈ മോനും കൂടി കിടന്ന് കളിക്കണമായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ട് ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി. അപ്പം തന്നെ കണ്ണൻ ചേട്ടൻ പോയിട്ട് കടിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ സുനിച്ചേട്ടനാണെങ്കിൽ അങ്ങനെ ദേ നമ്മുടെ വേദുവിന്റെ ചാച്ചനും കൂടി ഇങ്ങനെ നിക്കേണ്ട. എന്താണിപ്പാ എവിടെ പോണ്? മൂവാറ്റുപുഴ പോകാൻ പോണേനാ? ടാറ്റ പോകാൻ പോണേനാ? ആ മൂളിയല്ല പോവാൻ പോണേനാ? അപ്പൊ ദേ നമ്മുടെ ചേട്ടൻ പോവാനായിട്ട് റെഡിയായി നിക്കണേട്ടാ. അപ്പൊ നമ്മുടെ 2 ദിവസം വേദുമായിട്ട് നമ്മൾ അടിച്ചു പൊളിച്ചല്ലേ? ഇന്നലെ തുടങ്ങി ചേട്ടൻ്റെ അടുത്ത് സെറ്റായിരുന്ന ആള് കരയൊന്നും ചെയ്യണ്ടായിരുന്നില്ല. ഇടക്ക് കാണുള്ളൂങ്കിലും നല്ല പരിചയം ഉണ്ടായിരുന്നു. പിന്നെ വാച്ചൊക്കെ മതി ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മുണ്ടൊക്കെ കിട്ടിയാൽ മതി. മുണ്ടിന്റെ അറ്റമൊക്കെ കിട്ടിയാൽ ഞങ്ങള് സെറ്റാണ് അല്ലേ വേദപ്പാ? വേദപ്പാ കണ്ടതേ വാച്ചിലാണ് ആള് നോക്കിക്കൊണ്ടിരിക്കണത്. അതെ ശ്രുതി എടുക്കണ്ടട്ടാ. ഇന്ന് അമ്മക്കും കണ്ണനും ഒരു കളി ഉള്ളതുകൊണ്ട് അവര് കളിക്ക് പോയേക്കാണ്. ഇനി ഞങ്ങള് രാത്രി ആവും വരുമ്പോഴത്തേക്കും. സുധപ്പനാണെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് തുടങ്ങിയോണ്ട് ഒന്ന് പുറത്തു പോയിട്ട് വരാന്ന് പറഞ്ഞു. കൊച്ചായിട്ട് സുധുവും സെറ്റായിട്ടാ ഇഴുപ്പെടുത്തോണ്ടൊക്കെ നടക്കുന്നുണ്ട് ആള്. അപ്പൊ എന്തായാലും സുനിച്ചേട്ടാ ടാറ്റാ ടാറ്റാ വേദു ടാറ്റ പോണേനാ? സുനിച്ചേട്ടൻ പോവാൻ ഇറങ്ങിയപ്പോഴേക്കും ഒരാള് നല്ല ചിണുങ്ങളി. അങ്ങനെ വണ്ടി കയറ്റിയിരുത്തിയപ്പോഴൊക്കെ ചെറുക്കൻ സന്തോഷം. മൂവാറ്റുപുഴ പോണേനാ? പൊന്നെ മൂവാറ്റുപുഴ പോണേനാ? ആ സമയം എടുക്കാനുണ്ടോ? വണ്ടി എടുത്തോ ഞാൻ സെറ്റ്, ഞാൻ റെഡിയാണ് പൊന്നെ. അങ്ങനെ ഞങ്ങൾ അതേ സുനിച്ചേട്ടൻ പോണത് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വേദപ്പൻ്റെ മുഖത്ത് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നിട്ട്. അവനെ കൊണ്ടുപോകാതെ പോകുന്നതാണ്, എവിടെയോ പോകണമാണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. സുനിച്ചേട്ടനും ഭയങ്കര വിഷമത്തോടു കൂടിയാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറയാൻ നിൽക്കണേ. ഇനി നമുക്ക് അകത്ത് പോയിട്ട് കുറച്ച് സമയം കിടന്ന് കളിച്ചാലോ എന്നൊക്കെ ചോദിക്കണേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആൾ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ സന്ധ്യ ആയപ്പോഴേക്കും അമ്മയും കണ്ണനും ഒരു കളി ഉണ്ടായിരുന്നേ. കളിക്കൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ മൈത്രിയമ്മയും കണ്ണൻ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളിതേ രാത്രിയിലത്തെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇനി ഒരു വിഷമായ കാര്യം ഒരു പോവാൻ പോണേണെന്ന്. അപ്പോൾ ഇതേ ഒരാഴ്ച നിൽക്കാൻ വന്ന വീഡിയോ ഉണ്ട്. ഒരാഴ്ച നിൽക്കാൻ വന്നത് 2 ദിവസം കഴിഞ്ഞപ്പോൾ, 2 ദിവസം ആയിട്ടില്ല കേട്ടാ, 1 ദിവസം ആയപ്പോൾ പോവാൻ പോണേനെ അല്ലേ? ഇല്ല കേട്ടോ, പൂർത്തിയൊന്നും ആയിട്ടില്ല. പൂർത്തിയാവണമെങ്കിൽ 3 മണിയായപ്പോൾ 1 ദിവസം ആയുള്ളൂ. നാളെ 3 മണിയാവണം 2 ദിവസം ആവണമെങ്കിൽ. അപ്പം സുനിച്ചേട്ടനും ഉണ്ടട്ടാ വീഡിയോ. അപ്പൊ ഞങ്ങളിവിടെ റോട്ടിൽ കൊണ്ട് നാട്ടിക്കൊണ്ടുവരാം. അങ്ങനെ അവർ പോകാനിറങ്ങിയത് വേറൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് കളിയും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിനി ഓണമൊക്കെ അല്ലേ വരണത്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ വരാമെന്നൊക്കെ കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പ് വന്നിട്ടുണ്ട്, വരുമായിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെ ദേ ഞങ്ങൾ ആക്കാനായിട്ട് കൊണ്ടുപോയി ചെന്നപ്പോഴാണെങ്കിൽ ആൾ ചെറിയ രീതിയിൽ ചിണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ട് പെട്ടെന്ന് സെറ്റായിട്ടുണ്ടായി വേദപ്പൻ. അങ്ങനെ ദേ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവരെ യാത്രയാക്കി നിൽക്കേണ്ട. യാത്രയാക്കി നിൽക്കുമ്പോൾ ഞാൻ സുധുവിനോട് ഇങ്ങനെ പറയണമായിരുന്നു, എനിക്ക് വിഷമമായെന്ന് തോന്നിയപ്പോൾ സുധപ്പൻ എന്നെ ഇങ്ങനെ പിടിക്കേണ്ട. അപ്പോൾ ഞാൻ പറയണമായിരുന്നു സുധുവിനോട്, വീണ്ടും നമ്മൾ മാത്രമായല്ലേ സുധു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സുധു പറയുന്നിരുന്നു, അമ്മ അവരെപ്പോൾ വേണമെങ്കിലും വരുമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടാ. വണ്ടി ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ എന്തോ മനസ്സിനില്ലാത്തൊരു വിഷമമായിരുന്നു കേട്ടോ. കല്യാണം കഴിച്ചിട്ട് നമ്മൾ വേറൊരു വീട്ടിലോട്ടൊക്കെ വരുന്ന പോലെ ഇനി വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അയ്യോ ഭയങ്കര മൂകമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച്. എന്നാലും കുഴപ്പമില്ല, ഇതും കടന്നു പോകുമല്ലോ. അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം കേട്ടോ. അടുത്ത നമ്മുടെ അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് വരാം.